മധുവേട്ടൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് എന്നല്ല, അതിജീവന ക്യാമ്പ് എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് മധുവേട്ടൻ, എങ്ങനെയാണ് കുട്ടികളും അല്ലെ ആളുകളൊക്കെ അവരെ ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, അതിനുള്ള ഓരോ ശ്രമങ്ങളും അവിടെ നടക്കുകയല്ലേ? അതെ ദിവിഷേ, ഞങ്ങളിപ്പോൾ ഇതിനെ ദുരിതാശ്വാസ ക്യാമ്പ് എന്നല്ല വിളിക്കണേ, അതിജീവന ക്യാമ്പ് എന്ന് തന്നെയാണ്. ഇതാ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി, നമുക്കറിയാം സങ്കടങ്ങൾക്ക് നടുവിലാണ്, പക്ഷെ എന്നും സങ്കടത്തിൻ്റെ ഓർമ്മയായിട്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് കുട്ടികളെ അവരുടെ കളിയിലൂടെ നാളെയിലേക്ക് സന്തോഷങ്ങളിലേക്ക് കൊണ്ടുവരണം. ഈ സങ്കടങ്ങളുടെ ഓർമ്മ മാത്രം, മറക്കേണ്ട കാര്യങ്ങൾ മറക്കേണ്ട കൂടിയാണല്ലോ ജീവിതം. അപ്പം അങ്ങനെ ആ കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കളികളും ചിരികളും ക്ലാസ്സും പാട്ടും തമാശയും ഒക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ടീച്ചർമാർ കുട്ടികളായി മാറുന്ന അവസ്ഥയാണ്. അങ്ങനെ ആ കുട്ടികളിലൂടെ അവരുടേതായിട്ടുള്ള വിധത്തിൽ കുട്ടികൾക്ക്, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പാണ്, ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായിരുന്ന ക്യാമ്പ് അത്. അവിടെ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ തിരക്കിട്ട് ഇങ്ങനെ ഒരു ഇത് നടത്തിയത്. ഇതിൻ്റെ സംഘാടകരൊക്കെ ഇപ്പോൾ നമ്മളുണ്ട്. ഈ ധന്യ ഒന്ന് പുറത്തേക്ക് വരാമോ, മജീഷ് ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഇതിൻ്റെ സംഘാടകരിൽ രണ്ടാൾക്കാരാണ് ഇവർ പോലെയുള്ള ഒരുപാട് പേരാണ് ഇത് ചെയ്യുന്നത്. ധന്യ, കുട്ടികളൊക്കെ നമ്മൾ ഒന്നും കൂടി ആക്ടിവേറ്റ് ചെയ്യാണ് അല്ലേ? ആരായി നടത്തുന്നത്? എന്തൊക്കെയാണ്? നമ്മൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലുള്ള സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലേഴ്സാണ്. നിലവിൽ ഈ ഒരു ദുരിതം ഉണ്ടായപ്പോൾ മുതൽ ഇവിടെയുള്ള വയനാട്ടിലുള്ള 54 കൗൺസിലേഴ്സ് ഇവിടെ ക്യാമ്പിലുള്ള വ്യക്തികൾക്ക് കൗൺസിലിങ്ങും സപ്പോർട്ടും കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് മലപ്പുറത്തുനിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശത്താൽ വന്നവരാണ് നമ്മൾ. അപ്പം നിലവിൽ ക്യാമ്പ് ഇനി പറയണോ? അതെ. അപ്പം നമ്മൾ ക്യാമ്പിനുള്ളിൽ അടിഞ്ഞു കഴിഞ്ഞ കുട്ടികളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖത്തൊരു സന്തോഷം, ഒരു ചിരി വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അവരുടെ പേരൻസ് നഷ്ടപ്പെട്ടവരുണ്ട്, സിബ്ലിങ്സ് നഷ്ടപ്പെട്ടവരുണ്ട്. ആ കുഞ്ഞുങ്ങളെ അവർക്കൊന്ന് ആക്റ്റീവ് ആക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു പോസിറ്റീവ്. നമ്മൾ ഇവരുടെ ഇതിലേക്കൊന്ന് പോയിക്കൂടെ? ആദ്യം ഞാൻ തിരിച്ചു വരാം, ഇവരെന്താ പറയണെന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ എന്ന് ഞാൻ പറയുമ്പോ നിങ്ങള് പറയണം. അറിയോ? വേണ്ടി ഡിവിഷൻ ഇവിടെ വരെ കളികൾ തുടങ്ങുന്നു, പാട്ടുകൾ വരാൻ പോകുന്നു. കുട്ടികൾ പഠിച്ച പാട്ടുകളുണ്ട്, പുതിയ പാട്ടുകളുണ്ട്. ഡാൻസും പാട്ടൊക്കെ വരും അല്ലേ? തീർച്ചയായും. കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഗെയിമുകളാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള കളികൾ കൊടുക്കുകയാണ്. അവർ ഇന്നലെ തന്നെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളോട് ഇന്ന് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ പറഞ്ഞിട്ടാണ്. ഏകദേശം 1 മണിക്കൂറായി നമ്മളിതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഡാൻസ്, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ ദിവിഷ കണ്ടില്ലേ, അതിജീവന ക്യാമ്പിൽ നിന്ന്, മേപ്പാടിയിലെ അതിജീവന ക്യാമ്പിൽ നിന്ന് ദിവിഷ പറഞ്ഞ പോലെ ആ അതിജീവന കൂട്ടത്തിൽ ഒരാളായി ഞങ്ങൾ നിൽക്കുകയാണ്. സങ്കടങ്ങളുണ്ട്, കടലോളം സങ്കടങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ തുരുത്തുകൾ കണ്ടെത്തുന്നു. ഈ കടലും നമ്മൾ കടക്കേണ്ട ദിവിഷേ, അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. ഈ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വേണം, ഈ കുട്ടികൾക്ക് ഇവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വേണം. ആ കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും, സുമനസ്സുകൾ കടന്നെത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണിപ്പോൾ. അതുകൊണ്ട് എനിക്കാണ് ആ കുഞ്ഞുങ്ങളുടെ, ആ മക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ആ ശബ്ദത്തിലേക്ക് കൂടി പോകാം അല്ലേ? തീർച്ചയായിട്ടും ദിവിഷ, കാരണം ഇവർ പാട്ട് പാടുന്നു, ആ കുട്ടികളുടെ മുഖത്ത് നിന്ന് അവരും ആ പാട്ട് ഏറ്റുപാടുന്നു. ആ സന്തോഷം നമ്മൾ നോക്കൂ. ഇന്നലെ കണ്ട ഈ കുട്ടികളാണ്, അവരൊരിക്കൽ കൂടി വരികയാണ് വളരെ സന്തോഷത്തോടു കൂടി. ദിവിഷ അതെ, അതിലെ പ്രശ്നം എന്നാണ് ഈ കുട്ടികളിലേക്ക് അവരും
അതുകൊണ്ടേക്ക് ആ മോൻ എന്തോ പരിപാടി അവതരിപ്പിക്കാൻ പോവാ, നമുക്ക് കേൾക്കാം. മോനെ എന്റെ മിമിക്രിയാണോ? നമ്മളെ കണ്ടോട് കൂടി കുട്ടികൾ പേടിച്ചോടി. ഈ ടീച്ചർമാർ വളരെ സന്തോഷത്തിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ടീച്ചറെ വളരെ സന്തോഷത്തിൽ കൊണ്ടുപോയി. ഞങ്ങൾ പോയപ്പോൾ കുട്ടികൾ പേടിച്ചൂലേ? നമ്മൾ ഈ താടി മീശൊക്കെ വെച്ച് വന്നപ്പോൾ കുട്ടികൾ ആകെ പേടിച്ചു. അപ്പൊ അതുകൊണ്ട് പക്ഷേ കുട്ടികൾ ഇവരെ അങ്ങനെ പേടിപ്പിക്കൊന്നുമില്ല, വീണ്ടും പേടിപ്പിക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് വീണ്ടും കളിയൊക്കെ വരൂല്ലേ? ഇനിയിപ്പോ എന്തൊക്കെയാ? സംഘഗാനുണ്ട്, ഡാൻസ് ഉണ്ട്. നമ്മളെന്താ അറിയോ, ഇന്നലെ ഇവരുടെ അടുത്ത് പോയിണ്ടായിരുന്നേ. അപ്പോൾ കുട്ടികൾ മൊബൈലൊക്കെ കണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ അവിടെ അടുത്ത് പോയപ്പോൾ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് അവർ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാതെ. അപ്പോൾ ഞങ്ങൾ ഒരു റൂമിൽ മാത്രം കയറി. ഇവരുടെ റൂമിൽ കയറിയപ്പോൾ ഞങ്ങളൊന്ന് ചെന്നൈക്ക് തന്നെ അവർ ഭയങ്കര ആക്റ്റീവായി. അപ്പോൾ ഇവൻ കുറേ മിമിക്രി, അവർ പാട്ടൊക്കെ നമുക്ക്. എൻ്റെ പേര് അമർജിത്ത്. അമർജിത്തിന്റെ ഒരു മിമിക്രി കാണിച്ച ഇഷ്ടമുള്ളത് പൊളിച്ചോ? ഞാൻ പിടിച്ചോ? മൈക്കൊക്കെ ഞാൻ പിടിക്കും. മൈക്ക് കൊടുത്തോളൂ. ഞാൻ പിടിച്ചുതരാം. പണ്ടത്തെ മരമുറിക്കുന്ന സോങ്ങാണ്. എല്ലാരും കേൾക്കുന്നുണ്ടോ? ചെയ്തിട്ടില്ല. കയ്യടിക്ക്. പിന്നെ ഇപ്പോഴത്തെ മരമുറിക്കൊക്കെ സോങ്ങ്. വെരി ഗുഡ്. ഗംഭീരം. പിന്നെ അടുത്തതായി ചെയ്യാൻ പോണ സുപ്രയുടെ സൗണ്ട്. സുപ്രയുടെ സൗണ്ട്. സുപ്ര അമർജിത്തിന് നമുക്ക് ഇവന്റെ ചേർത്ത് പിടിക്കാതെ തകർക്കുകയാണ്. അടുത്തതായി ചെയ്യാൻ പോണ ട്രെയിനിന്റെ സൗണ്ടാണ്. കാണുന്നില്ല. അയ്യോ, പിന്നെ അടുത്തതായി ചെയ്യാൻ പോകുന്നത് പട്ടിക്കുട്ടീന്റെ മേത്തിൽ കല്ലെറിഞ്ഞാണ്. നമ്മളൊന്ന് ദിവിഷ ഞങ്ങളെ കുറച്ച് മാറിക്കാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾക്കൊന്നും കാണുന്നില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ ഇത്തിരി പിന്നാക്കം മാറിക്കാണ്. പിന്നെ അടുത്തത് നമ്മള് ഐഫോണിൽ മെസ്സേജ് ഇടുന്നതാണ്. ഓക്കെ. ടീച്ചറെ നമ്മൾ ആദ്യത്തെ ആണെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാണ്ട് ആദ്യം വന്ന് നമ്മള് ഗംഭീരമായിട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ ഇനി ഇതുപോലെ എല്ലാരും റൂമിൽ പോയപ്പോ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കാൻ കാരണം. അപ്പൊ അമർജിത്തിന് സമ്മാനം ഉറപ്പാണ്. ഞങ്ങളും തരും സമ്മാനം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് ഓരോ കുട്ടികളും കണ്ടില്ലേ, ഒരു ക്യാമ്പ് മൊത്തം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അതിജീവനത്തിന്റെ ക്യാമ്പാണ് മേപ്പാടിയിൽ. അതിമനോഹരമായ നമ്മൾ ആ മെടുക്കനെ കൂടി കാണാം.
ഞാൻ അടുത്ത് കാണിച്ചു. ആദി ഗംഭീരായി. ആദ്യം എത്രാം ക്ലാസ്സിലാ? 3-ാം ക്ലാസ്. ഏത് സ്കൂളിലാ? അപ്പൊ അവര് അടുത്ത കാര്യങ്ങളാണ് ഇവരിനി പുതിയ കാര്യങ്ങൾ, പുതിയ പാട്ടുകളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ. മോളിന് സമ്മാനം കിട്ടോ? ഓരോരുത്തരായിട്ട് സ്വയം മുന്നോട്ട് വന്ന് ദാ കണ്ടില്ലേ, ഈ ക്യാമ്പിനെ സജീവമാക്കുകയാണ് ഇപ്പോൾ മേപ്പാടിയിൽ. അതേ മനോഹരമായ കാഴ്ച. ഒരുപക്ഷെ നമ്മൾ ഈ ദുരന്തം നടന്ന ശേഷം ഇത്രയും നമ്മുടെ മനസ്സ് നിറഞ്ഞ അല്ലേ? മധുവേട്ടാ തുറന്നോളൂ. ആദ്യം അമർജിത്തിനുള്ള സമ്മാനം കൊടുത്തു. ആദിക്കുള്ള സമ്മാനം കൊടുക്കുകയാണ്. കൈയടിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. എല്ലാരും കൈയടിക്കല്ലേ. കുട്ടികളൊക്കെ ഈ സന്തോഷത്തിന്റെ ഭാഗമായി മാറുകയാണ്. ടീച്ചർ അടുത്ത ഇവന്റ് എന്താ ടീച്ചർ? അടുത്ത മത്സരം നമ്മൾ ഇവർ കൊടുക്കേണ്ടത് എന്താ? അടുത്ത മത്സരം നമ്മള് ഇവരെ ആരാണെങ്കിലും വന്ന് പറയട്ടെ അല്ലേ? ദിവിഷ ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാം. മക്കളെ വാ.